Hi, welcome to my YouTube channel. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. ഞാൻ കഴിഞ്ഞിട്ട് വ്ളോഗ് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ നാട്ടിലാണ്, ഇതെൻ്റെ നാട്ടിലെ വീടാണ്. കഴിഞ്ഞ വ്ളോഗ് ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് വെക്കേഷൻ വന്നതാണ്. ജസ്റ്റ് 2 വീക്സ് വെക്കേഷൻ വന്നതാണ്. ജസ്റ്റ് ഒരു 2 ദിവസം മുന്നേ വന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പൊന്മുടിയിൽ പോകുന്നുണ്ട്. ഞാൻ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്. എൻ്റെ അമ്മയും അപ്പയും പിന്നെ എൻ്റെ കസിൻ ബ്രദേഴ്സും ഉണ്ട്. കസിൻ ബ്രദേഴ്സ് ചെറിയ പിള്ളേരാണ്. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കളാണ്, ട്വിൻസാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞാൻ താമസിക്കുന്നത് ചെങ്ങന്നൂരാണ്. ഇതെൻ്റെ നാട്ടിലെ വീടാണ്. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നാണ് പൊന്മുടിയിലേക്ക് പോകുന്നത്. 1-2 ദിവസമായിരിക്കും നിൽക്കുക. അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുത്തേക്കാന്ന് കരുതി. അധികം താമസിക്കാണ്ട് വ്ളോഗിലേക്ക് പോകാം. അപ്പം സീ യു. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ്, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മക്കള്. നമുക്ക് വേഗം പൊന്മുടിയിലേക്ക് പോകാം അല്ലേ? സീ യു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കയറി ലഞ്ച് കഴിക്കാനായിട്ട്. അപ്പോൾ പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു വെൽക്കം ടു പൊന്മുടി എന്നുള്ളൊരു ബോർഡ് കാണാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 22 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊന്മുടി ഹിൽസിലേക്ക് എത്താം. അപ്പോൾ അതാണ് പൊന്മുടി ഹിൽ ടോപ്പ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? ഇപ്പൊ നമ്മൾ പൊന്മുടി എത്തി. നടക്കുന്ന എവിടെയാടാ? മണ്ടക്കോട്ട് പോവാ, ഹില്ലിലോട്ട് പോവാ. ഇതാണ് പൊന്മുടി ഹിൽ ടോപ്പ്. അപ്പൊ നമ്മൾ ഹിൽ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പൊന്മുടിയിൽ ഒരു സ്പോട്ട് വന്നിട്ട് നമ്മൾ ഇതുവരെ അവിടെ നിന്ന് മാറിയിട്ടില്ല അല്ലേ? അവിടെ തന്നെ ഫോട്ടോയും വീഡിയോ. അതിനെന്താണ് നിങ്ങൾക്ക് ഇത്ര വിഷമം? എന്താ ഒന്നുമില്ല, വേണ്ട. ഇവിടെ തന്നെ ഞങ്ങൾ സ്റ്റക്കായി. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഹട്ട് ബുക്ക് ചെയ്തിരുന്നു. ഇതുവരെ അവിടെ പോയില്ല. ഞങ്ങള് ഡയറക്റ്റ് ഞങ്ങൾ ഇവിടെ പൊന്മുടി ഹിൽസിലേക്ക് വന്നു. ഇവിടെ അടയ്ക്കുമെന്ന് പറഞ്ഞോണ്ട്, വേഗം അടയ്ക്കുമെന്ന് പറഞ്ഞോണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ ഹട്ട് എങ്ങനെയാ പോലും കണ്ടില്ല അല്ലേടാ? അപ്പം പോണം ഇനി. ഞങ്ങൾ ഇനി കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലും കൂടെ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം.
ഞങ്ങൾ ഈ സൈഡ് മൊത്തം കവർ ചെയ്തു. ഇനി അപ്പർ സൈഡിലേക്ക് കുറച്ച് ഈ സൈഡിലെടുത്തു ഇരുട്ടുന്നതിന് മുമ്പ്. അതെ. ഓക്കെ. അപ്പോൾ പൊന്മുടി ഹിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലേക്ക് പോയി. ഇതാണ് KTDC ഗോൾഡൻ പീക്ക് ഹിൽ റിസോർട്ട്. അപ്പോൾ പൊന്മുടിയിൽ വരുന്നവർക്കൊക്കെ ഇവിടെ താമസിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളപ്പം. ഇവിടെ 2 റൂമുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയ റൂം ഞാൻ എടുത്തു. ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ പോകണം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര മണിയായി? ഇവിടെ ഒരു 7:21 അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. ഞാൻ അത് ബ്ലോഗിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഇനി രാത്രിയിലത്തെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് വേണം ബാക്കി ബ്ലോഗ് എടുക്കാൻ. അപ്പോൾ അവിടെ തന്നെ പിന്നെ ഞങ്ങൾ വേറെ കാര്യങ്ങളുണ്ട് കാണാൻ. അപ്പോൾ അത് ഞാൻ ബ്ലോഗിൽ ഇനി കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഭയങ്കര തണുപ്പല്ല. ഞാൻ ഭയങ്കര തണുപ്പാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. പക്ഷെ ഭയങ്കര തണുപ്പൊന്നുമല്ല. ഒരു 25 ഡിഗ്രി ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ബാക്കി സ്ഥലത്തൊക്കെ ഭയങ്കര ചൂട് ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഈ ഒരു വെതർ. പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര തണുപ്പാണെന്നാണ് ചിലവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. നോക്കാം, എന്തായാലും ജാക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പാണെങ്കിൽ അന്നൊരു ജാക്കറ്റ് എടുത്തിടാം. ഓൾറെഡി ഞാൻ വന്നിരിക്കുന്ന ടോപ്സ് എല്ലാം ഫുൾ സ്ലീവാണ്. ഞങ്ങളപ്പോൾ ഇനി കഴിക്കാൻ പോവാണ്. അപ്പം ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി കഴിക്കുന്നതെല്ലാം ഞാൻ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാൽ കാണാം. അപ്പോൾ ഇത് KTDCയുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഗോൾഡൻ പീക്ക് റിസോർട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ഇവിടെ പോകാം. അങ്ങനെ നമ്മളുടെ ഉണ്ണിമോൻ ആദ്യമായിട്ട് ചോറ് എടുത്തേക്കാണ്. ഒന്നുകൂടെ ഒരു പ്ലേറ്റ് ചോറും കൂടെ, 2 ചപ്പാത്തി, ഒരു പ്ലേറ്റ് ചോറും കൂടെ എടുത്തേക്കാണ്. കണ്ണൻ വലിയ വാചം അടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കഴിക്കുന്നില്ല. എന്ത് പറ്റടാ? എടുത്തും പോയി അല്ലേ? കഴിക്കാൻ പറ്റൂലേ? എടാ അവന് കുറെ എടുത്തോ. ഇനി തീർക്കണേ മോന്. എങ്ങനെയുണ്ടടാ പുഡിങ് എങ്ങനെയുണ്ട്? കൊള്ളാം. എന്ത് പുഡിങ്? മാംഗോ ആണോ? മാംഗോ ഫ്ലേവർ അല്ലേ? ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ലായിരുന്നു. എന്ത് ബുഫേ അല്ലേ? ഹലോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പൊന്മുടിയിലെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ. അത് കഴിഞ്ഞിട്ട് വേണം കല്ലാറും അങ്ങനെ വേറെ കുറേ സംഭവങ്ങളുണ്ട് ഇനി കാണാനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും. അപ്പം അതെല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റിസോർട്ടിൽ പോയിട്ട് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞങ്ങൾ കല്ലാർ വാട്ടർഫാൾസ് കാണാൻ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാടാ വന്നിരിക്കുന്നത്? നമ്മൾ കല്ലാർ മിമ്മുട്ടി ഫാൾസ്. നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്, കല്ലാർ മിമ്മുട്ടി ഫാൾസിൽ. നമ്മൾ പൊന്മുടി ഹിൽസിലേക്ക് പോകാനായിട്ട് 22 ഹെയർ പിൻസ് കയറിയിരുന്നു. അപ്പോൾ കല്ലാർ വാട്ടർഫാൾസിൽ വരണമെങ്കിൽ നമ്മൾ അത്രയും 22 ഹെയർ പിൻസ് നമ്മൾ താഴോട്ട് വരണം അല്ലേ? ഏറ്റവും താഴെയാണ് നമ്മളുടെ കല്ലാർ വാട്ടർഫാൾസ് ഉള്ളത്. ഇപ്പം ആക്ച്വലി ആ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്, അല്ലെങ്കിൽ വെള്ളം കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറേ വെള്ളമുണ്ട്, പക്ഷെ കുറവാണ്. ഇത് നമ്മൾ താഴെയാണ്. ഇവിടെ നിന്ന് നമ്മൾ 1 കിലോമീറ്റർ മേലേക്ക് നടക്കണം കല്ലാർ വാട്ടർഫാൾസ് കാണണമെങ്കിൽ. ഇവിടെ കുഴി വെക്കണം, പാമ്പ് ഇറങ്ങി വരും ഇവിടെ. ഓക്കെ, മൊബൈൽ കൊണ്ട് നടക്കുന്ന ചിലപ്പോൾ തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ പോകും? അതൊക്കെ നമുക്ക് പോവാം. ശബരിമല. അപ്പോൾ ഇനി 800 മീറ്റേഴ്സും കൂടെയാണ് നടക്കാൻ. 800 മീറ്റേഴ്സ് ബാക്കിയാണ്, മൊത്തം 1 കിലോമീറ്റർ.
അപ്പോൾ ഞങ്ങളങ്ങനെ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ വെള്ളമാണ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറയുന്നത്. ഗോൾഡൻ വാലി എന്നും അറിയപ്പെടും അല്ലേ? ഇവിടെയുണ്ട് ഫിഷൊക്കെ ഉണ്ട്, മീനൊക്കെ ഉണ്ട് അകത്ത്. മീൻ ഫുഡ് കഴിക്കുന്നതാണ്. ഞാൻ വ്ളോഗിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ക്യാമറ നോക്കിയല്ല സംസാരിക്കാറ്, ഇടയ്ക്ക് ഞാൻ എന്നെ നോക്കിയാൽ സംസാരിക്കാറ്. അപ്പോൾ അതൊരു ശീലമാണ്, അത് മാറ്റണം. ഹേ കണ്ണനുണ്ണി, ഇവരെ വീട്ടിൽ വിളിക്കുന്ന പേര് കണ്ണനുണ്ണി എന്നാട്ടോ. ശരിക്കുള്ള പേരെന്താടാ? ആദിത്യ. ആരാദിത്യന്? നീ അർജുൻ, ഇത് ആദിത്യ. ഇവിടെ നല്ല കാട് പോലെ, അപ്പോൾ ഞങ്ങൾക്ക് പേടിയല്ല. അപ്പം പാമ്പ് കാണും, പക്ഷേ ആനൊന്നും ഇല്ലാന്ന് തോന്നും. ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും അതൊക്കെ ഇറങ്ങി വരുന്നത്, എനിക്കറിയില്ല. പേടിപ്പിക്കാനേ ഇവൻ ഈ ഇലയൊക്കെ ഇങ്ങനെ അനക്കും. അപ്പോൾ ഞാൻ പേടിച്ചു, അയ്യോ എന്തോ ഇറങ്ങി വരുമെന്ന്. പക്ഷെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ടൈമിൽ വരണം കേട്ടോ, രാവിലെ അല്ലെങ്കിൽ ഉച്ച ആ ഒരു ടൈമിൽ തന്നെ വരണം. വൈകുന്നേരം നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എല്ലാം ഒരു കോർണറിലും ലൈഫ് ഗാർഡ് പോലെ ഉണ്ട്, സെക്യൂരിറ്റി പോലെ ആൾക്കാരുണ്ട്. കുഴപ്പമുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പേടിക്കണ്ട. അനങ്ങുന്നുണ്ടെങ്കിൽ അനങ്ങട്ടെ, അമ്മ പേടിപ്പിക്കാൻ അല്ല, ഇതാണ് പ്രശ്നം. അയ്യോ തടിപ്പ് തട്ടി വീണേ. നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും കയ്യിൽ വെള്ളം കൊണ്ടുപോകണം. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും മറക്കരുത്. ഞങ്ങൾ വിചാരിച്ചില്ല 1 കിലോമീറ്റർ അകത്തേക്ക് നടക്കാനുണ്ടെന്ന്. ശരിക്കും 1.25 കിലോമീറ്റർ ഉണ്ട് നടന്നു നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും വെള്ളം കയ്യിലെടുക്കുക, അതാണ് സേഫ്. അപ്പോൾ ഞങ്ങൾ അതേ കിലോമീറ്റർ തിരിച്ച് നടന്നു പോവുകയാണ്. ടയർഡായോ? കുറേ നടന്നല്ലേ, കണ്ട മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നു. ടയർഡ്, സംസാരിക്കാൻ പോലും വയ്യ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ചെറിയ കടയിൽ നിന്ന് ഞങ്ങൾ ഫ്രഷ് ലൈം സോഡ വാങ്ങിച്ചു കുടിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ആശ്വാസം തോന്നി, ബിക്കോസ് അത്രയ്ക്കും ടയേർഡായിരുന്നു ഞങ്ങൾ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ആക്ച്വലി 2 ദിവസം എടുത്ത വ്ളോഗാണ്. പക്ഷേ 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിന്നോ ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടില്ല. ഒരു ഫസ്റ്റ് ഡേയിൽ ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പൊന്മുടിയിൽ എത്തിയത്. എന്നിട്ട് അതാണ് കാണിച്ചത് വ്ളോഗിൽ. പിന്നെ ഒരു നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഉച്ച വരെ പൊന്മുടിയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു. അവിടെ മെയിൻലി അവിടെ കാണാനുണ്ടായിരുന്നത് ഈ സ്പോട്ട്സൊക്കെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. പൊന്മുടി ഹിൽസ് ആൻഡ് കല്ലാർ വാട്ടർഫാൾസ്. അപ്പോൾ ഇതായിരുന്നു മെയിൻലി അവിടെ കാണാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും പൊന്മുടിയിൽ പോകാത്തവർ ഡെഫിനറ്റ്ലി പോകേണ്ട സ്ഥലം തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഞാൻ എവിടെയെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ കാത്തിരിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓഫ് കോഴ്സ് ബെൽ ബട്ടൺ അമർത്താനും മറക്കല്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.